നെടുമ്പരക്കിൽ ബസ് ഇറങ്ങി ഈ പടിക്കലങ്ങടെ എത്തിയ ഒരോട്ടാ മുകളിലേക്ക്. അവിടെ ദേ ആ ഇറയത്ത് മാൽച്ചിറയമയോ കമൽച്ചിറയമയോ സൗദാൻചിറയമയോ ആരെങ്കിലും ഉണ്ടാവും. പിന്നെ ഒരു മാസം ഇതാണ് സ്വർഗം. ആ ഉമ്മർത്തൊരു ഗോമാവ് ഉണ്ടായിരുന്നു. അവിടെ ഊഞ്ഞാല് കെട്ടിത്തരാറുണ്ട് മുരളിയമ്മ. നല്ല ചൂടാവുമ്പോൾ മേത്തൊക്കെ ചൂടുകുരു വരുമ്പോൾ തേങ്ങാപ്പാല് തേപ്പിച്ച് ഇവിടെ നിർത്താറുണ്ടത് ഓർമ്മയുണ്ടോ ബിന്ദു? ദേ ഈ മണ്ണിലാണ് അവർ മൂന്നാളും ഉറങ്ങുന്നത്, അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്നത്. ഇതേ കുട്ടികളെ മുകളിലേക്ക് പോണ്ടാട്ടോ, തട്ടിത്തടഞ്ഞ് വീഴാൻ. അപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും മുകളിലെത്തിണ്ടാവും. ആരാ അവിടുന്ന് ഗേറ്റ് കടന്ന് വരണേ? നീലാണ്ടൻ നമ്പൂരിയാണോ? ഇവിടുന്ന് നോക്കിയാൽ ദൂരെ നിന്നറിയാം ആരാ വരണേന്ന്. ദേ ആ അകായിലേക്ക് പോണ്ടാട്ടോ, അവിടെ ഉണ്ണിക്ക് കിടക്ക വിരിച്ചിട്ടേക്ക. അച്ഛൻ ലീവിൽ വരുമ്പോൾ കിടക്കണ മുറി അത്. ഞാൻ ഡാർക്ക് റൂം എന്നാണ് വിളിക്കാറ്. എപ്പോഴും ഇരുട്ടാ, നല്ല ഇരുട്ടായി മുറിയുടെ ഉള്ളിൽ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് മുറി ഇതായിരുന്നു. ഞങ്ങൾ കുട്ടികളും മാൽച്ചിറയമ്മയും കമൽച്ചിറയമ്മയൊക്കെ ഞങ്ങൾ ഈ മുറിയിലാണ് കിടക്കാറ്. കമൽച്ചിറയമ്മ കിടക്കേമ്മ, ഞങ്ങൾ കുട്ടികളും മാൽച്ചിറയമ്മയും നിലത്ത് കിടക്ക വിരിച്ചിട്ട്. നല്ല നിലാവ, ഈ രണ്ട് ജനവാലും തുറന്നിട്ട എന്ത് കാറ്റാണെന്നറിയോ. രാത്രി മുഴുവൻ കഥ പറഞ്ഞു തന്നിട്ട് അവർ ഉറങ്ങുമൊന്നുമില്ല. ഞങ്ങൾ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഓവറയിൽ കിടക്കണ അൽമാരിയുടെ മുകളിൽ നിറയെ ബുക്സ് ഉണ്ടായിരുന്നില്ലേ ബിന്ദു? അല്ലേ, അതൊക്കെ എവിടെ പോയി? എന്നെന്നും ഓർമ്മിക്കാനായി ഒരു നല്ല ബാല്യം തന്നിട്ട് അവരൊക്കെ പോയി. നഷ്ടബോധത്തിൻ്റെ ഓർമ്മച്ചപ്പ് തുറന്നു വെച്ചിട്ട് ഒരു ഉത്സവകാലവും കൂടി.